നോക്കൂ, ഇവിടെ തുയഥേര എന്ന വാക്കിൻ്റെ അർത്ഥം അധികാരം നടത്തുന്ന സ്ത്രീ എന്നാണ്. സ്ത്രീകളെ പൗരോഹിത്യ ശുശ്രൂഷ കൊണ്ടുവരുന്നത് ഈ കാലഘട്ടങ്ങളിലാണ്. പൗരോഹിത്യം ഇന്നിവിടെ വന്ന സ്ത്രീ ഒരു സഭ നടത്തുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഏതോ ഒരു ദൈവസഭയിൽ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഭയിൽ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ സഭയിൽ പ്രസംഗിക്കാൻ വിളിച്ചു. നമുക്ക് അഭിഷേകം ഉണ്ട് കേട്ടോ. പെന്തക്കോസ്ത് സഭയിൽ അഭിഷേകമുണ്ട്, ഹൃദയത്തിനകത്ത് മുദ്ര വന്നിട്ടില്ല. മുദ്ര വരണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ പാപമോചന സ്നാനം ആ ക്രൂശിലെ യാഗം ചെയ്താൽ മാത്രമേ പരിശുദ്ധാത്മാവ് മുദ്രയിടുകയുള്ളൂ. പക്ഷെ അഭിഷേകമെങ്കിലും ചെയ്ത അഭിഷിക്തന്മാരായ പുരുഷന്മാരുടെ മുമ്പിൽ പോയി ഉപദേശിപ്പാനോ അവരുടെ മേൽ കൈവയ്പ്പാനോ ഞാൻ സ്ത്രീകളെ അനുവദിക്കുന്നില്ല. അവർക്ക് സുവിശേഷം പറയാം, ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് പോകാം. വീടുകളിലായിരുന്നു പുരുഷന്മാരെ കൊണ്ടെങ്കിൽ പോയി അറിയിക്കുക. ആ കാര്യം സന്ദേശം അറിയിക്കില്ല, ആദ്യമായി പോയി അറിയിക്കില്ല. അഭിഷിക്തന്മാരായ പുരുഷന്മാരോടുകൂടെ ഉപദേശിക്കാനോ അവരുടെ സഭകളിലോ പോയി ചെന്ന് ഉപദേശിക്കാൻ പാടില്ല. സ്ത്രീകളുള്ള സഭകളിൽ പോയി സുവിശേഷം അറിയിക്കാം. ഇനി സുവിശേഷത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തന്നെ ചെയ്ത് സുവിശേഷം അറിയിച്ച് നടക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ പുരുഷനെ ഉപദേശിക്കാനോ പുരുഷന്റെ മേലെ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീ അനുവദിക്കുന്നില്ല. എന്നാൽ സാത്താൻ തുടങ്ങിയ സഭ ഇന്നും ഈ കത്തോലിക്കയും പെന്തക്കോസ്ത് വരെയുള്ളത് സാത്താനാണ് ആ സഭയുടെ അടിസ്ഥാനമായതുകൊണ്ട് നമുക്ക് പെന്തക്കോസ്ത് സഭയിൽ എത്രയോ സ്ത്രീകൾ ശുശ്രൂഷിക്കുന്നു, തലയിൽ തുണി ഇട്ടുകൊണ്ട്. ക്രിസ്തുവിന്റെ തേജസ് മുഖത്ത് വിളങ്ങേണ്ടതാണ്. മുടി നീട്ടി വളർത്തിയാൽ മൂടുപടത്തിന് പകരമെന്ന് പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? ഇതാനും പറയുന്നുണ്ട്. അത് ദൈവസഭ അല്ലാത്ത സാത്താന്റെ സഭ, വച്ചയ്ക്ക് പറയാം. ഓക്കെ, രണ്ട് തരത്തിലും കർത്താവ് എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അങ്ങനെയുള്ള ചെറിയൊരു കൂട്ടരോട് പറയണത്, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിനക്കുണ്ട്. ആ സഭയ്ക്കകത്തിരിക്കുന്ന ഈ വ്യക്തികൾ പുരോഹിതനൊന്നുമല്ലേ, ഏഴയായ ആൾക്കാരായിരിക്കും. പക്ഷെ അത് അനുവദിച്ചു കൊടുത്തിട്ട് നീ എതിർക്കുന്നില്ല. ഒരു സ്ത്രീ വന്ന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു പുരുഷന്മാരുള്ളിടത്ത്, പ്രവാചകി എന്നും പറഞ്ഞുകൊണ്ട് വരുന്നു. പ്രവാചകയ്ക്കാവാം, ദൈവസഭയ്ക്കകത്ത് പുരുഷന്മാരുടെ കൂടി ശുശ്രൂഷയ്ക്ക് നിന്നിട്ട് അവരെ ഭരിക്കാനോ അവരെ ഉപദേശിക്കാനോ പാടില്ല. അപ്പോൾ അത് ശരിയല്ല എന്ന് പറയുന്നതായിട്ട് ദൈവം കണ്ടില്ല. അതാണ് പറഞ്ഞത് ഒരു കുറ്റം അവർ പറയുന്നത്. എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ഞാൻ അവൾക്ക് മാനസാന്തരപ്പെടും. അവൾക്കെന്ന് വെച്ചാൽ സഭയ്ക്ക്, സ്ത്രീ ഈ കത്തോലിക്ക സഭ എന്ന സ്ത്രീയാണ് പറയുന്നത്. സഭ, അതിനകത്ത് സ്ത്രീകൾ യഥാർത്ഥമായി ആക്ഷരികമായി സ്ത്രീകൾ ശുശ്രൂഷിക്കാനും പാടില്ല. ആ സഭയോടും പറയാണ്, സഭ എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്. അവൾക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ട് മാനസാന്തരപ്പെടുവാൻ അവൾക്ക് മനസ്സില്ല. ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ടു മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടത്തിലുമാക്കി കളയും. നോക്കൂ, ഈ വ്യഭിചാരം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ഉള്ളവർ വ്യഭിചാരിണികളാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിച്ചോ? അല്ല, വ്യഭിചാരമാണ് ചെയ്യുന്നത്. ഏത് വ്യഭിചാരം? ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയാണെന്ന് ഇവർ പറയുകയും എതിർ ക്രിസ്തു സഭയായി നിന്നുകൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നാനം വേണ്ട എന്ന് പറഞ്ഞതിനെ നിഷേധിച്ചിട്ട് നാമമല്ലാത്ത രക്തം ചീന്താത്ത ഒരു സ്നാനം ചെയ്ത് നിൽക്കുന്നു. ഇവർ വ്യഭിചാരിണി. എതിർ ക്രിസ്തു അവർക്ക് പുരോഹിതനാണ്, പിശാചും അവർക്ക് പുരോഹിതനാണ്, ക്രിസ്തുവും പുരോഹിതനാണ്. വ്യഭിചാരണി ദൈവരാജ്യം അവകാശമാക്കുകയില്ല, ഒരൊറ്റെണ്ണം പോകില്ല. അത് മുൻകണ്ടിട്ടല്ലേ യേശു പറഞ്ഞത്, ഈ കാലം നോഹയുടെ കാലം പോലെ. ഞാൻ ഇങ്ങനെ രൂക്ഷമായി തന്നെ സംസാരിക്കണം. അങ്ങനെ സംസാരിച്ചാൽ ചിലരുടെ ഹൃദയത്തിലേക്ക് മുറിവേൽക്കുകയുള്ളൂ ദൈവത്തിന്റെ വചനം. അല്ലാതെ എങ്ങനെയെങ്കിലും ആരെയും വേദനിപ്പിക്കേണ്ട എന്ന് പിശാച് ആദ്യമേ ഉപദേശിച്ചത്. എൻ്റെ അടുത്ത് പലരും പറയും, ആരെയും വേദനിപ്പിക്കരുത്, വചനം അങ്ങ് പറയുക. അങ്ങനെയല്ല അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി ആര് പറഞ്ഞാലും ശപിക്കപ്പെട്ടവൻ. എല്ലാത്തിനും 5 വായിച്ചു നോക്കുക. അപ്പോസ്തലന്മാർ പറഞ്ഞതിന് വിരുദ്ധമായി ചെയ്തവർ ആ വിശ്വാസം കൊണ്ടുവന്ന അങ്ങച്ഛേദം ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു. യേശു വിളിച്ചില്ലേ, പാമ്പുകളെ, തേളുകളെ, സർപ്പസന്തതികളെ, നിന്റെ നരകവിധി എങ്ങനെ ഒഴിയും? നിന്റെ തൊണ്ട തുറന്ന ശവക്കുഴി. നീ ദുഷ്ടരായിരിക്കാൻ നല്ലത് സംസാരിക്കാൻ കഴിയുന്നത് എങ്ങനെ? നിങ്ങൾ എന്ന പിതാവിന്റെ മക്കൾ. വാസ്തവത്തിൽ അവരത് തന്നെയായിരുന്നു. ഈ പുരോഹിതന്മാർ, ബൈബിൾ ജ്ഞാനികൾ മുഴുവനും ജ്ഞാനികളാ. ഇന്നും കർത്താവിന്റെ നാമത്തെ നിഷേധിക്കുന്നവരോടാണ് നിങ്ങൾക്ക് പ്രിയമെങ്കിൽ ബൈബിൾ പറയുന്നു, ദൈവസന്തതി ആയവൻ ദൈവജനം കേൾക്കും. നിങ്ങൾ ദൈവസന്തതി അല്ലായകയാൽ കേൾക്കുന്നില്ല. അപ്പൊ 2 തരം സന്തതിയല്ലേ ഉള്ളൂ, സർപ്പസന്തതി, ദൈവസന്തതി. ഇനി ഒരു സന്തതി ഉണ്ട്, ജാരസന്തതി. അത് സേത്തിന്റെ മക്കൾ കായിന്റെ മക്കൾ തമ്മിൽ വിവാഹം കഴിച്ചതാണ്, മല്ലന്മാരെ ജനിപ്പിച്ചത്. അല്ല ദൈവത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഗന്ധർവന്മാരെന്നല്ല. പിശാചെല്ലാം തെറ്റിച്ച് പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്. സത്യരാജ് SS അനിൽ എന്ന യൂട്യൂബ്, അത് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ മാനസാന്തരപ്പെടാഞ്ഞാൽ ഞാൻ അവളെയും അവളുടെ മക്കളെയും കൊന്നുകളയും. അതായത് പെന്തക്കോസ്തുള്ള കത്തോലിക്ക മുതൽ തുടങ്ങിയ FSS സഭയ്ക്കകത്ത് നാമത്തെ നിഷേധിച്ചുകൊണ്ട് തുടങ്ങിയ വിവാഹത്തിന് യേശുക്രിസ്തു നാമം ഉപയോഗിക്കില്ല, സ്നാനത്തിന് ഉപയോഗിക്കില്ല, കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠയ്ക്ക് ഉപയോഗിക്കില്ല, മരണ അടക്ക ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കില്ല, ഒന്നിനും ഇവർ കർത്താവ് യേശുക്രിസ്തു നാമം ഉപയോഗിക്കില്ല. പിന്നെ ആരെ ഉപയോഗിക്കുന്നു? എന്തിനു ഉപയോഗിക്കുന്നു അറിയാമോ? ഒരു ആത്മീക പിതാവിനെ പുറത്താക്കാൻ, പിശാചിനെ പുറത്താക്കാൻ വേണ്ടി മാത്രമേ ഇവർ ആ നാമം ഉപയോഗിക്കുള്ളൂ, യേശുക്രിസ്തു നാമം. പിന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനും.
അല്ലാതെ ഒന്നിനെ അവർ യേശുക്രിസ്തു മുട്ടുമടക്കില്ല. അങ്ങനെ ഉള്ളവരുടെ ഇടയിൽ നിന്ന് വിട്ടുവരിക. ഓക്കെ, അവരുടെ മക്കളെ